ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ് ഗായ്സ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഗോതമ്പ് കൂടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണങ്ങിക്കിട്ടും. അങ്ങനെ മുകളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ കടന്നു കയറാൻ തുടങ്ങി. ഒരു ചിന്തയെന്ന് പറയുന്നത്, കുരങ്ങനാണോ ആദ്യം ഉണ്ടായത്, അതോ മനുഷ്യനാണോ ആദ്യം ഉണ്ടായത്, അതോ കുരങ്ങനും മനുഷ്യനും ഒരുമിച്ചുണ്ടായതാണോ എന്ന്. എന്നിട്ട് കുരങ്ങന്മാർ മരത്തിൽ ചാടി നടക്കുകയും മനുഷ്യന്മാർ അവിടെ നിന്നും ഇവിടെ വരെ എത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ കുരങ്ങന്മാർ മനഃപൂർവ്വം ബുദ്ധി ഉപയോഗിക്കാത്തതാണോ എന്നൊരു സംശയം. അല്ലെങ്കിൽ നമ്മളെപ്പോലെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം ഇങ്ങനെ അനുഭവിക്കേണ്ട വരുമല്ലോ അല്ലേ. ഇതിപ്പം മരത്തിലങ്ങ് ചാടിക്കളിച്ച് നടന്നാൽ പോരെ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നിന്നൊരു മാറ്റം വേണം. അങ്ങനെ ഞാൻ പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു ചൈനക്കാരി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ സന്തോഷവതിയായ അവൾ എന്നെ നോക്കി കുറേ ലവൊക്കെ തന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അധിക നേരം ആയുസ്സുണ്ടായിരുന്നില്ല. അവൾ അവളുടെ പാട് നോക്കിപ്പോയി. ഇപ്പോൾ അതാ വീണ്ടും ഒരു ചൈനക്കാരൻ. ഞാൻ ആ ചൈനക്കാരൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട്, സുഖമൊക്കെ തന്നെയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവരാണെങ്കിൽ അതെ, എനിക്കിപ്പോൾ ഇവിടെ പരമസുഖമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കളുടെ പേരെന്താണെന്ന്, താങ്കളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അവൻ ഏതോ ഒരു പേര് പറഞ്ഞു. അതങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നാക്കുളുക്കി ചാവും. പിന്നെ അവൻ്റെ സ്ഥലം ചൈനയാണെന്ന് പറഞ്ഞു. എനിക്കതോടുകൂടി മതിയായി. ഇപ്പോൾ ഇതാ ഒരു തായ്ലൻഡ് സുന്ദരി എൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൾ വന്ന പാടെ തന്നെ ടാറ്റയും പറഞ്ഞു പോയി. ഇപ്പോഴിതാ വേറെ 2 പയ്യന്മാർ സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ പറയുന്നുണ്ടായിരുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് വായു വലിച്ചെടുക്കാൻ പാകത്തിലായിട്ട് നിർമ്മിച്ചതാണ്. നിങ്ങൾ സിഗരറ്റ് വലിച്ച് അതിനെ ഇല്ലാതാക്കരുത്. പക്ഷേ ഇവരെവിടെ കേൾക്കാൻ. അവർ സിഗരറ്റ് വലി തുറന്നുകൊണ്ടിരുന്നു. പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു ഞാൻ അടുത്ത ആളെ തപ്പിപ്പോയി. അപ്പോഴിതാ വേറെ 2 പേര് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെയാണ് മനസ്സിലായത് 2 പേരല്ല, ഒരുപാട് പേര് അവിടെ ഉണ്ടെന്ന്. അവരൊരു കോളേജിലുള്ള സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും അവർ ടാറ്റയും പറഞ്ഞു പോയി. അപ്പോൾ ഏകാന്തതയുടെ അപാരതയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുന്ദരി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആ സുന്ദരി പെൺകുട്ടിൻ്റെ അടുത്ത് എന്താ പേരെന്ന് ചോദിക്കേണ്ട താമസം. അവളൊന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു പെൺകുട്ടി എൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ണടയൊക്കെ വെച്ച് ആ കണ്ണടക്കാരിയുടെ അടുത്ത് ഞാൻ സംസാരിക്കും മുമ്പേ പോയി. പക്ഷേ അധികം വൈകിയില്ല, വേറൊരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. അധികം വൈകാതെ തന്നെ അവളും അവളുടെ പാട് നോക്കിപ്പോയി. ഞാൻ എൻ്റെ ചൂടുകൾ മാറ്റിപ്പിടിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴിതാ ഒരു യുവസുന്ദരി പ്രത്യക്ഷപ്പെട്ടു. അവൾ വളരെയധികം തൽപരകക്ഷിയാണെന്ന് തോന്നി, പക്ഷേ അല്ലായിരുന്നു. അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. ഞാനിപ്പോൾ വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ആളെ തപ്പി ഇറങ്ങിയത്. അപ്പോഴേക്കും ഇവിടെ വേറൊരു മനുഷ്യൻ വന്നിരിക്കുന്നു. പുള്ളി വളരെയധികം നാണക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ വന്ന പാടെ തന്നെ ചുവരിൻ്റെ അങ്ങേയറ്റത്ത് പോയി മറഞ്ഞു. എന്നിട്ട് അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഹലോ നാണിക്കാതെ കടന്നു വരൂ എന്ന്. എവിടെ കേൾക്കാൻ. അവൻ്റെ പാട് നോക്കി അങ്ങ് പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും വേറെ ആരോ വന്നു. അവൻ്റെ മച്ചിൻ്റെ പുറം മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ പിന്നെ അവിടെ നിന്നും പോയി. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി അടുത്ത് ആര് വരും എന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ ആരും വരുന്നില്ല. ഈ പ്ലാറ്റ്ഫോം അത്ര പോരാ എന്നെനിക്ക് തോന്നുന്നു. നേരത്തെ ഉള്ള പ്ലാറ്റ്ഫോമിൽ സ്വന്തം മുഖമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു. ഇപ്പോൾ അതുമില്ല, ഒരു നീല വെളിച്ചം മാത്രം. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതിലും ഭേദം ആ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴിതാ ഒരു പയ്യൻ എൻ്റെ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേരെന്ന്.
അപ്പോൾ അവനാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ അവൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ താങ്കൾ മുഖത്തൊന്നും നോക്കാത്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരാളാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ശരി എന്നാലും താങ്കൾ താങ്കളുടെ പേരെന്ന് പറയൂ. അപ്പോൾ അവൻ അവൻ്റെ പേര് പറഞ്ഞു. അവൻ്റെ പേരാണ് ചാൾസ് എബ്രഹാം മാത്യു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എബ്രഹാം മാത്യൂസൊക്കെ അതൊക്കെ അപ്പനും അപ്പൂപ്പനുമാണെന്ന് അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരി, അപ്പോൾ താങ്കൾ താങ്കളുടെ മോന് എന്തായിരിക്കും പേരിടുന്നതെന്ന് ഞാൻ അവൻ്റെ അടുത്തായിട്ട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, മാത്യു എബ്രഹാം ചാൾസ്. ഇവൻ്റെ തലമുറയായിട്ട് തിരിച്ചും മറിച്ചും ആ പേരങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ, നല്ല കാര്യമെന്ന് ഞാൻ അവൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, താങ്കളിപ്പോൾ എന്തു ചെയ്യുകയാണെന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ എനിക്കൊന്നിനും സമയം കിട്ടാറില്ലെന്ന്. കാരണം ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യൂ, 24 മണിക്കൂർ എന്നത് 40 മണിക്കൂറാക്കൂ, അപ്പോൾ താങ്കൾക്ക് ഒരുപാട് സമയം കിട്ടുമെന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത എന്തു കാര്യമുണ്ടെന്ന്. അപ്പോഴേക്കും അവന് സന്തോഷമായി. അവൻ പറഞ്ഞു, ശരിയാ, ഇന്ന് മുതൽ എൻ്റെ ദിവസത്തിന് 40 മണിക്കൂറുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ എൻ്റെ ദിവസം 40 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ, താങ്കൾ 40 ദിവസം വെച്ച് എൻജോയ് ചെയ്യുമെന്ന്. അങ്ങനെ ഞാനും വിടവാ.